സമയം ഏകദേശം 11 മണിയായിട്ടുണ്ടാവും. കാലടിയിലാണ് ഈ നിൽക്കുന്നത് കേട്ടോ. എങ്ങോട്ടേക്കാണ് പോണേന്നറിയാമോ? നമ്മുടെ സ്വന്തം നക്ഷത്ര തടാകം കാണാൻ വേണ്ടിയിട്ട്. മലയാറ്റൂർ കേട്ടോ. അപ്പോൾ രാത്രിയായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പൂതി തോന്നിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളുടെ കെട്ടിയന്മാരെ കുത്തിപ്പൊക്കി ഞങ്ങൾ അങ്ങോട്ട് പോയി. ഭയങ്കര തിരക്കായിരിക്കും എന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷേ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും വീട്ടിലേക്ക് പോണ സമയത്ത് ഞങ്ങളായിരുന്നു അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ ദേ നമ്മുടെ മലയാറ്റൂർ എത്തിയിട്ടുണ്ട്. ഈ ചുറ്റിനും നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഭയങ്കര രസമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. ഒരുപാട് ഫാമിലീസും കാര്യങ്ങളും എല്ലാവരും അവിടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ തടാകം മൊത്തം ചുറ്റിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് എത്തിയത്. തിരക്കുണ്ടെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വഴിക്ക് കൂടെ കയറിപ്പോയത്. പക്ഷേ കാര്യമായ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കുറേ അധികം ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ നേരെ ഞങ്ങൾ തടാകത്തിൻ്റെ അതിലേക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ച തന്നെയാണ്. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈബ് തന്നെയാണ്. ഒരു പെരുന്നാൾ പോലെ തന്നെയാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും. കച്ചവടക്കാരായാലും അതേപോലെ ഓരോ റൈഡുകളായാലും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഒരുപാട് രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. കയ്യിൽ കുറച്ച് കാശൊക്കെ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇല്ലെങ്കിലും എൻജോയ് ചെയ്യാം. കാരണം വേറൊന്നുമല്ല, കാണാനായാലും ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ പോവാണ്. പോണ സമയത്ത് ഞങ്ങൾക്കൊരു ദുരനുഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോണ വഴിക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് കുറച്ച് ദൂരം ഞങ്ങൾക്കൊന്ന് നടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഈ ഒരു വഴി കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. കുറച്ച് ദൂരം നടക്കണം, കാരണം അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പാർക്കിംഗ് ഒന്നും ഉണ്ടായിന്ന് വരില്ല. ഞാനാണെങ്കിൽ കൊച്ചിനെ എടുത്ത് പിടിച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. നടന്നു പോണ സമയത്ത് പെട്ടെന്നൊരു ട്രാവലർ വന്നു നിന്നു. രണ്ട് സൈഡിലും ചിറയാണ് കേട്ടോ. അപ്പോൾ ആ ട്രാവലർ വന്ന് നിൽക്കുന്ന സമയത്ത് ട്രാവലർ വരവും പിന്നെ കുറച്ച് വണ്ടികളുടെ തിക്കും കാരണം കൊണ്ട് റോഡൊക്കെ ഒന്ന് ബ്ലോക്കായി. ഈ ബ്ലോക്ക് കാരണം കൊണ്ട് ഞാൻ സൈഡിലേക്ക് ഒന്ന് നീങ്ങി ഒരു പുൽത്തകിടിയിലേക്ക് കാല് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാനും കൊച്ചും കൂടി മൂക്കും കുത്തി ഇതേ താഴേക്കൊരു വീഴ്ച. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ചത് ഞാനങ്ങാണ്ട് ചിറയിലേക്ക് വീണുവെന്നാണ്. കൂടെയുള്ള ആൾക്കാരായാലും പേടിച്ചു പോയി. ഹസ്ബൻഡ് ഓടി വന്നു, വേഗം തന്നെ കൊച്ചിനെ എടുത്തു, എന്നെ എടുത്തു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. പക്ഷേ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ഒപ്പം വരേക്കും ആ കാല് ആ കുഴിയിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് ഞാൻ പേടിച്ചു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി. ഇത് ഞാനൊരു പരാതി പോലെ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ ഇനിയായാലും ആ വഴിക്ക് പോകുന്ന ആൾക്കാർ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ചിറയുടെ സൈഡിൽ ചെറിയ ചെറിയ കുഴികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം പോകാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ മെഗാ ഷോയൊക്കെ അവസാനിച്ച് കഴിഞ്ഞിരുന്നു. കാരണം ഞങ്ങൾ ചെന്നത് ഇച്ചിരി താമസിച്ചായിരുന്നു. അപ്പോൾ അതേ നേരെ അതിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് റൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ കണ്ണ് പൊത്തിക്കൊണ്ടായി അത്രയും നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എൻ്റെ ദൈവമേ, ഓരോ സാധനം കാണുമ്പോഴും അതെല്ലാം വേണമെന്നുള്ള ആവശ്യപ്പെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങി കുറേ ദൂരം നടന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നടന്നു കേട്ടോ. ഞങ്ങൾ ആ കാണുന്ന ഡ്രാഗൺ റൈഡിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പാഞ്ഞ് പോയത്. പക്ഷെ അപ്പോഴത്തേക്കും അതവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് കൊച്ചുങ്ങളെയും കൂട്ടിയിട്ട് ഇതേപോലത്തെ ഒരു ട്രെയിൻ പോലത്തെ ഒരു സാധനം കണ്ടു. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നല്ല രസമായിരുന്നു. അതായത് പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് പോയാൽ മാത്രം മതി. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇതിലൂടെ സാധിച്ചത്. അതൊരു കാര്യം. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അതിൽ കയറി നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഞാൻ കരുതി എന്നെപ്പോലെ വണ്ണമുള്ള ആൾക്കാർക്ക് ഇതിൽ കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അതിനൊക്കെ സാധിച്ചു. അങ്ങനെ തിരിച്ചു ഇതേ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. പോണ വഴിക്ക് ഇതേ കണ്ടതാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നറിയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ഭരണികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ വലിയ വില വരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണി മേടിച്ചു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 50 രൂപയ്ക്ക് ആയുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കുറച്ച് ക്ലിപ്പുകളും 5 കൊച്ചിന് വേണ്ടി മേടിച്ചു തന്നിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഐസ്ക്രീമൊക്കെ തന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നേരത്തെ ഞാനിട്ടൊരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം കൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് പോകേണ്ടി വന്നു. അത് കാരണം കൊണ്ടാണ് ഞാൻ പിന്നീട് അത് അപ്ലോഡ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.